വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ നമുക്കൊരു ബർഗർ ഉണ്ടാക്കിയാലോ, അതും വളരെ ടേസ്റ്റി ആയിട്ടാണ്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതുപോലുള്ള ബന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇതുപോലുള്ള ബന്നൊക്കെ ഒരുപാട് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്. നമ്മുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് ബർഗർ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങുന്നില്ലേ. ഇതുപോലെ നമുക്കൊരു ബന്ന് വാങ്ങിയാൽ ഒരുപാട് ബർഗർ ഉണ്ടാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗറാണ്. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തത്. ക്യാബേജൊക്കെ ഇതുപോലെ ചെറിയ പീസാക്കി അരിയുമ്പോൾ കുറേ ആയിട്ട് കാണാം. അതുകൊണ്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് വൃത്തിയായിട്ട് ഉപ്പിട്ടിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു ക്യാരറ്റാണ്. അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കെന്ന് വെച്ചാൽ ക്യാപ്സിക്കം മുളകും, അതും ഒരു ചെറിയ പീസാണ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കനാണ്. ചിക്കൻ നല്ലോണം വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്താണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ തന്നെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. മിക്സിയിൽ അരിച്ചിട്ടൊന്നും ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനലാണ്. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത മയോണീസാണ്, ഒരു മുട്ട വെച്ച് ചെയ്ത മയോണീസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മയോണീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മുടെ മയോണീസും മസാലയൊക്കെ മിക്സ് ആകുന്ന രൂപത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മുടെ ബന്ന് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനനുസരിച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് 2 കക്കരിയും ഒരു തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ കുറച്ച് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോഴെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ തക്കാളിൻ്റെ സോസ് ഉണ്ടെങ്കിൽ സോസ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്തിപ്പോൾ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കൂടുതൽ ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മയോണീസ് ചേർക്കുന്നത് കൊണ്ടാണ് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. അത് ഏറ്റവും നല്ലതാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. മുട്ടൻ്റെ ഇതെന്താണ് നമുക്കറിയില്ലല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞതായിരിക്കും. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഫ്രഷ് മുട്ടയായിട്ടൊക്കെ വാങ്ങിക്കൊണ്ടാണ്, അതോടാണല്ലോ നമ്മൾ മയോണീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നത് നല്ലതാണ്. ഇതുപോലെ മല്ലിയില ഓപ്ഷണലാണ്, ഇതൊരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. എല്ലാം നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് എല്ലാം നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത്. എല്ലാം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ബർഗർ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.